ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നല്ല മക്കളുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ നല്ല മക്കളാണോ? ഞാൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ പോയിന്റുകൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ നല്ല മക്കളുടെ കൂട്ടത്തിലാണോ അല്ലെ നല്ല കുഞ്ഞാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ നല്ല മക്കളുടെ ലക്ഷണങ്ങളിൽ ഒന്നാമതായി പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കണം. ആരായിരിക്കണം? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കണം. നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ടോ? ഉറപ്പാണോ? നമ്മൾ യഹോവയായ ദൈവം തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് കൽപ്പനകൾ കൊടുത്തു, അല്ലേ? എത്ര കൽപ്പനകളാ കൊടുത്തത്? 10 കൽപ്പനകൾ. 10 കൽപ്പനയിൽ 5ാമത്തെ കൽപ്പന ഏതായിരുന്നു? അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക. എന്തിനു വേണ്ടി? നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാന് നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നതാണ് 5ാമത്തെ കൽപ്പന. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു നല്ല കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ നല്ല ഒരു മകൻ്റെ ഏറ്റവും നല്ല ലക്ഷണങ്ങളിൽ ഒന്നാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരായിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. രണ്ടാമതായി പറയുന്നു, മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഉറപ്പാണോ? മാതാപിതാക്കന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ രാവിലെ സമയം പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇനി എത്രമാത്രം എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്, എൻ്റെ പപ്പയും അമ്മയും ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്, അവരെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് എന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി ചിന്തിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? ആ സ്നേഹത്തിലേക്കും ബഹുമാനത്തിലേക്കും എന്ത് ചെയ്യണം? നല്ലതായിട്ട് വളർന്നു വരാൻ ശ്രമിക്കുക. അപ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അപ്പൊ കർത്താവിന്റെ വചനം തന്നെ പറയുകയാണ്, നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരായിരിക്കണം, ബഹുമാനിക്കുന്നവരായിരിക്കണം, സ്നേഹിക്കുന്നവരായിരിക്കണം, അനുസരിക്കുന്നവരായിരിക്കണം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കുന്നവരായി തീരണം. അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്നവരായി തീരണം. അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും നാം ചെയ്തു കൊടുക്കുന്നവരായി തീരണം. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്തു കൊടുക്കുന്നവരായി തീരണം. മാത്രമല്ല, അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്നവരായി തീരണം. അനേകര് തങ്ങളുടെ മാതാപിതാക്കന്മാരെ ഒക്കെ നോക്കുവാൻ, അവരുടെ പ്രായാധിക്യ സമയങ്ങളിൽ നോക്കുവാൻ കഴിയാതെ എത്രയോ വൃദ്ധസദനങ്ങളിലൊക്കെ അവരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നാം കാണുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഇവിടെ നല്ല ഒരു മകളുടെ ലക്ഷണങ്ങളിൽ പറയുകയാണ്, അവരെ എന്ത് ചെയ്യണം? വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുന്നവരായി തീരണം. വാർദ്ധക്യത്തിൽ അവരെ ശുശ്രൂഷിക്കുന്നവരായി തീരണം. അവരെ അനുസരിക്കുന്നവരായി തീരണം. അവരെ സ്നേഹിക്കണം. അവരെ ബഹുമാനിക്കണം. അപ്പോൾ ഒന്നാമതായി അവരെ നാം റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, ആ ബഹുമാനത്തിൽ തന്നെ ഇതെല്ലാം വന്നിരിക്കുക, അല്ലേ? അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നവർ അവരെ സ്നേഹിക്കുന്നവരാണ്, അവരെ ശുശ്രൂഷിക്കുന്നവരാണ്, അവരെ അനുസരിക്കുന്നവരാണ്, അവരെ സംരക്ഷിക്കുന്നവരായി തീരും. ബഹുമാനത്തിലൂടെ തന്നെ എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങളെല്ലാം ഒരു നല്ല മകന്റെ ജീവിതത്തിന്റെ ലക്ഷണങ്ങളായി തീരും. അപ്പൊ ഇങ്ങനെ ഒരു റെസ്പെക്റ്റോടുകൂടി അപ്പനെയും അമ്മയും അനുസരിച്ചും ബഹുമാനിച്ചും അവരെ സ്നേഹിച്ചും അവരെ ശുശ്രൂഷിച്ചും അവരെ സംരക്ഷിച്ചും ഒക്കെ നാം മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുകയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മളിൽ എന്താ ഉണ്ടാകുന്നതെന്നറിയാമോ? നല്ലൊരു ഉത്തരവാദിത്ത ബോധമുള്ളവരായി തീരും. നമ്മുടെ ആദ്യത്തെ പള്ളിക്കൂടം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്, അല്ലെ? വീടാണ്. അതിനുശേഷം വീട്ടിന് ശേഷമാണ് നിങ്ങളുടെ സ്കൂൾ പ്രായമാകുമ്പോഴാണ് സ്കൂളിലേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക. അതിനു മുൻപേ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? നിങ്ങളുടെ പാഠശാല എവിടെയാണ്? നിങ്ങളുടെ വീടാണ്. അപ്പൊ വീട്ടിൽ അപ്പനെയും അമ്മയും അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ അധ്യാപകരെ ബഹുമാനിക്കുന്നവരാകും. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നവരായി തീരും. അവരെ ബഹുമാനിക്കുന്നവരായി തീരും, അല്ലേ?
അങ്ങനെയുള്ള നല്ല കൂട്ടുകെട്ടുകളിലൂടെ ഒക്കെ നിങ്ങൾ മുൻപോട്ട് പോകും. നല്ല ഉത്തരവാദിത്ത ബോധം നിങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ, പഠന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ആ പഠനത്തിലേക്ക് നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരായി തീരുന്നത്. മാത്രമല്ല പഠനം കഴിഞ്ഞു നല്ലൊരു ജോലി ലഭിച്ചു, ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ജോലി കാര്യങ്ങളിൽ വിശ്വസ്തരും ഉത്തരവാദിത്ത ബോധമുള്ളവരായി തീരും. അപ്പം നല്ലൊരു കൃത്യതയോടും അടുക്കോടും ചിട്ടയോടും ഒക്കെ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യാം? നന്നായി മുൻതൂക്കം കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കാം. എങ്ങനെയായിത്തീരും? ഉത്തരവാദിത്ത ബോധമുള്ളവരായിട്ട് നമുക്ക് വളരാൻ കഴിയും. ആത്മീയ കാര്യങ്ങളിൽ നാം വളരെ താല്പര്യമുള്ളവരായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ചർച്ചിൽ വരുന്നതിന്, ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിന്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ ദൈവവചനം വായിക്കുന്നതിനകത്ത് എങ്ങനെയൊക്കെയാണ് ആത്മീയ കാര്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരാൻ കഴിയും, അതെല്ലാം ചെയ്യുന്നവരായി തീരും. നല്ല മക്കളുടെ ലക്ഷണങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യും, ദൈവത്തെ ബഹുമാനിക്കും, ദൈവം പറയുന്നതിനെ അനുസരിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരും അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവർ ആത്മീയ കാര്യങ്ങളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അല്ലേ, ആത്മീയ കാര്യങ്ങളിൽ സൺഡേ സ്കൂൾ പഠിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വ ബോധമുള്ളവരായും, യൂത്ത് മീറ്റിങ്ങുകളിൽ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാം ചിന്തിച്ചോണം, എങ്ങനെയാണ് എനിക്ക് ദൈവമായിട്ട് ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുവാൻ കഴിയുന്നത്, ആത്മീയ കാര്യങ്ങളിൽ എങ്ങനെയാണ് എനിക്ക് നല്ല താല്പര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നത്. പ്രാർത്ഥനയിലും നിങ്ങൾ വ്യക്തിപരമായി ദൈവികമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും പൊതുവായിട്ട് ഇവിടെ പറയാറുണ്ട്, ദൈവമായിട്ട് നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ബന്ധമുള്ളവരായി തീരണം. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടാകണം. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ, ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, സൺഡേ സ്കൂളിന് വരുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യണം? നല്ല ബന്ധമുള്ളവരായി തീരണം. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ നാം വളരെ താല്പര്യമുള്ളവരായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. മാത്രമല്ല പഠന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഉത്സാഹമുണ്ടാകും, പഠനത്തോട് ഉത്തരവാദിത്വം ഉണ്ടാകും, പഠിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പോൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നതല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ദൈവത്തോടുള്ള ബന്ധം നിങ്ങളിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമുക്ക് ബുദ്ധി തരും. എന്തിന്? പഠിക്കുന്നതിന് ബുദ്ധി തരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി അല്ലേ? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് പ്രയാസമുള്ള പാഠഭാഗങ്ങൾ മനസ്സിലാക്കി തരണമേ, എനിക്ക് ബുദ്ധി തരണമേ. പഠിക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് മുൻപ് എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അതെല്ലാം നമുക്ക് സാധ്യമാക്കി തരും. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കും. പഠിക്കാൻ പ്രയാസമുള്ള പാഠഭാഗങ്ങളിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കിതൊക്കെ പ്രയാസമാണ്, ഇതെനിക്ക് മനസ്സിലാക്കി തരണേ, എൻ്റെ ബുദ്ധിയിലിരിക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ബുദ്ധി തരും. ബുദ്ധി തരുന്നത് ആരാണ്? ദൈവമാണ്. ജ്ഞാനം തരുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ കാര്യങ്ങളിൽ നാം താല്പര്യത്തോടെ കൂടെ ദൈവമായിട്ടുള്ള നല്ല ബന്ധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? സാധ്യമായി തീരും. പഠന കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായി തീരും. അടുത്ത ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ എന്ത് ചെയ്യത്തില്ല? അകപ്പെടുകയില്ല. ദുഷിച്ച കൂട്ടുകെട്ടുകൾ, നല്ല കൂട്ടുകാരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് ചങ്ങാത്തം കൂടാൻ ഇടയായി തീരും അല്ലേ? എത്രയോ വാർത്തകളാണ്. നിങ്ങൾ വാർത്തകൾ വായിക്കാറുണ്ടോ? പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കാറുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ടി വി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ? എത്രയെത്ര വാർത്തകളാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ സമപ്രായത്തിലുള്ളവർ, അതിനേക്കാൾ ഇച്ചിരൂടെ പ്രായമുള്ളവർ ഒക്കെ എന്ത് ചെയ്യാണ്? ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ എന്ന് പറഞ്ഞാൽ ചീത്തയായിട്ടുള്ള അഴുക്കായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുകയാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള, നല്ല ചുറ്റുപാടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്ന ഹോസ്റ്റലുകളിൽ, കോളേജുകളിലൊക്കെ അവരെന്ത് ചെയ്യുകയാണ്? ദുഷിച്ച കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് ഇന്നത്തെ
ഇന്നത്തെ മാഫിയ കൊട്ടേഷനിൽ അല്ലെ മാഫിയ സംഘങ്ങളിൽ മയക്കുമരുന്ന് അതിൻ്റെയൊക്കെ ബിസിനസ്സിലൊക്കെ പങ്കാളിത്തമുള്ളവരായി തീർന്നു. എത്രയോ പേർ പിടിക്കപ്പെട്ടവരായി മുഖംമൂടികൾ ധരിക്കപ്പെട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നാം കണ്ടവരാണ് അല്ലേ. എത്രയോ വിദ്യാസമ്പന്നരായിരിക്കുന്നവരാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉപരിപഠനത്തിന് വേണ്ടി അവരുടെ ഭാവിയെ പോലും മറന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ അകപ്പെടുകയില്ല. നമ്മൾ ഏത് കാര്യമാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല മക്കളുടെ ലക്ഷണങ്ങൾ. നല്ല മക്കളുടെ ലക്ഷണങ്ങൾ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ അകപ്പെടുകയില്ല. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല കൂട്ടുകാരെ കണ്ടെത്തി അവർ കൂട്ടുകൂടുന്നവരായി തീരണം. മാത്രമല്ല അറിവുള്ളവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്നേഹിതന്മാർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് അംഗീകരണം, അതിനെ യോജിക്കാൻ കഴിയില്ലാത്ത നിലയിലാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. മക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ആ വഴിയിൽ പോകരുതെന്നൊക്കെ അമ്മമാർ ഉപദേശിക്കുമ്പോൾ, അപ്പന്മാർ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിന് എന്ത് ചെയ്യുക, വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, ചർച്ചിൽ പോകേണ്ട സമയത്ത് പോകണമെന്ന് പറയുമ്പോൾ, പഠന കാര്യങ്ങളിൽ പോകണം, പഠിക്കാനിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, എല്ലാ കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, ഞാൻ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നല്ല മാതൃകാപരമായിട്ടുള്ള നിലയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ, അതുകൊണ്ടല്ലേ അനേക കുഞ്ഞുങ്ങൾ, അനേക മക്കൾ നശിച്ച കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നതല്ലേ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തത് കൊണ്ടും അവർ പറയുന്നത് അംഗീകരിക്കപ്പെടാത്തത് കൊണ്ടുമാണ് അങ്ങനെയുള്ള പ്രതിസന്ധിയിലേക്കൊക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധിയിലല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അറിവുള്ളവർക്ക് പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ച് അതിൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ജീവിക്കുന്നവരായി തീരണം. അതിൻ പ്രകാരം നമ്മൾ അവരുടെ വാക്കിനെ നാം അനുസരിക്കുന്നവരായി തീരണം. അധ്യാപകരുടെ വാക്കിനെ നാം അനുസരിക്കണം, മാതാപിതാക്കന്മാരുടെ വാക്കിനെ നാം അനുസരിക്കുന്നവരായി തീരണം. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ കഴിയും. അടുത്ത നമ്മുടെ അധ്യാപകരെയും പ്രായമുള്ളവരെയും ഒക്കെ ബഹുമാനിക്കണം അല്ലേ. വീട്ടിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കുന്നവരായി തീരും അല്ലേ. നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മേക്കാൾ മുതിർന്നവരെ കാണുമ്പോൾ അവരോട് നാം റെസ്പെക്റ്റ് ചെയ്യുക, അവരെ ബഹുമാനിക്കുന്നവരായി തീരണം. അധ്യാപകരെ ബഹുമാനിക്കണം, നമുക്ക് മുൻപിൽ കാണുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവരായി തീരണം. അപ്പോൾ ഇതൊക്കെ എന്താ, നല്ല മക്കളുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അടുത്തവ പണം ധൂർത്തടിക്കയില്ല. പണം എന്ത് ചെയ്യത്തില്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തില്ല. ഇന്ന സാധനം, ആഗ്രഹിക്കപ്പെടുന്ന സാധനം മേടിക്കുന്നതിന് വേണ്ടി വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പൈസ എടുത്തുകൊണ്ട് പോയി അത് തന്നില്ല എങ്കിൽ അത് കവർന്നുകൊണ്ടുപോയി നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക. അത് പണത്തെ എല്ലാം എന്ത് ചെയ്യുക, ശരിയായിട്ട് വിനിയോഗിക്കാതല്ലേ, പണത്തെ ദൂർത്തടിച്ച് അല്ലെങ്കിൽ പണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവും രണ്ട് ധൂർത്ത് മകനെ കുറിച്ച് ഉള്ള ഉപമകൾ പറഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വേദഭാഗം? അവിടെ എന്താ പറഞ്ഞത്? 2 മകനുണ്ട്. അതിൽ ഒരു മകന് എന്ത് ചെയ്തു, അപ്പനോടുള്ള സകല തൻ്റെ ഓഹരിയെല്ലാം വാങ്ങിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയിട്ട് കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് ദൂരദേശത്തേക്ക് പോയി. അത് ശരിയായിട്ടുള്ള ജീവിതമല്ല നയിച്ചത് അല്ലേ, ശരിയായിട്ടുള്ള കൂട്ടുകെട്ടല്ലായിരുന്നു. മദ്യപാനികളുടെ കൂടെ കൂട്ടുകൂടി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കൂട്ടുകൂടി. ഞാൻ എൻ്റെ ഇന്നത്തെ കാലഘട്ടം വെച്ച് പറയുകയാണ്, ശരിയായിട്ടുള്ള രീതിയിൽ ജീവിക്കാതെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ കടന്നുപോയി. എന്നാൽ അവസാനം എന്ത് വന്നു? അവൻ അവസാനം എന്താ സംഭവിച്ചത്? അവൻ്റെ അവസാനം ആരും അവന് ഇല്ലാതായിപ്പോയി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, തൻ്റെ വിശപ്പടക്കാൻ അവൻ പ്രയാസപ്പെട്ടു അല്ലേ, പ്രയാസപ്പെട്ടു. പക്ഷേ അവസാനം അവൻ ചിന്തിച്ചു, അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു അല്ലേ. എത്രയോ വീട്ടിൽ വേല ചെയ്യുന്നവർ ഭക്ഷിച്ച് ശേഷിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് അവൻ
ചിന്തിപ്പാൻ തുടങ്ങി. അവൻ്റെ വീടിനെ കുറിച്ച് അവൻ, അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. മടങ്ങി വരുന്ന ആ മകനെ കണ്ടുകൊണ്ട് അപ്പൻ ദൂരവേ തൻ്റെ മകനാ മടങ്ങി വരുന്നത് കണ്ടു അല്ലേ. ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ചു, അവൻ്റെ കഴുത്തിന് ചുംബനം കൊടുത്തു, കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു അല്ലേ, സ്വീകരിക്കാൻ തയ്യാറായി. അതാണ് കുഞ്ഞുങ്ങളെ പറയട്ടെ, ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കുന്നവർ, ഏറ്റവും കൂടുതലായി നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അപ്പനും അമ്മയും മാത്രമാണ്. അവർക്ക് മാത്രമേ കളങ്കമില്ലാതെ, അവർക്ക് മാത്രമേ നിങ്ങളുടെ നന്മ കണ്ട് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. മറ്റാരുടെയും സ്നേഹം എന്ത് ചെയ്യുക, അത് താൽക്കാലികമാണ്. അതൊക്കെ ലാഭം കണ്ട് സ്നേഹിക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ എന്ന് വെച്ചാൽ തെറ്റിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്. ആ മകൻ്റെ മടങ്ങി വരവിൽ ആ മകനെ സ്നേഹിക്കാൻ ചേർത്ത് പിടിച്ചു നിന്നത് ആ പിതാവിൻ്റെ സ്നേഹമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരെ അനുസരിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പണം നമ്മൾ ദൂർത്തടിക്കരുത്. നമുക്ക് ലഭിക്കുന്നതായ സാമ്പത്തികങ്ങൾ, പൈസ ഒന്നും അത് വെറുതെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ ചെലവാക്കി കളയാതെ നാം അതെല്ലാം എന്ത് ചെയ്യണം, സേവ് ചെയ്യുന്നവരായി തീരണം. നമുക്ക് ബോയ് ഫ്രണ്ട് കാണും, ഗേൾ ഫ്രണ്ട് കാണും അല്ലേ, അവരോടൊക്കെ എന്ത് ചെയ്യുക, സഹോദര സ്നേഹത്തിൽ അവരോടൊക്കെ സ്നേഹത്തോടെ ഇടപെടുക, എല്ലാവരോടും കൂട്ടുകൂടുക, എല്ലാവരെയും സ്നേഹിക്കുക അല്ലേ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്നേഹത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നല്ല ഭാഗമായി തീരാൻ കഴിയത്തുള്ളൂ. എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവർ നമ്മളെ കണ്ടു പറയണം, ആ കുഞ്ഞ് നല്ലതാ, ആ കുട്ടി നല്ലതാ, അവൾ മാതൃകാപരമായിട്ടാണ് അവൾ, അതെ അങ്ങനെയാണ് അവൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നവരാണ് നല്ല മക്കളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എത്ര കൂട്ടം കാര്യങ്ങൾ, 14 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതൊക്കെ അനുസരിക്കും, ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നവരാണ് നല്ല മക്കൾ, നല്ല മകൻ. ഒരു വീട്ടിലെ നല്ല മകൻ ഒരു വീട്ടിലെ നല്ല മകളായി തീരാൻ ഇടയാകത്തുള്ളൂ. അപ്പോൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവനെ അനുസരിക്കുന്നവർക്കുമാണ് നല്ല ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആത്മീയ കാര്യങ്ങളിൽ, പഠന കാര്യങ്ങളിൽ അവരുടെ അധ്യാപകരെ ഒക്കെ ബഹുമാനിച്ചും നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാകത്തുള്ളൂ. ഒരു മനപ്പാഠ വാക്യം കൂടി നമുക്ക് പഠിച്ചാലോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. പഠിച്ചോ നിങ്ങൾ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന്, അത് ന്യായമല്ലോ. അപ്പം ഇന്നത്തെ നല്ല മക്കളുടെ ലക്ഷണങ്ങളിൽ നാം പഠിച്ച ആ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു നല്ല ദൈവവചനമാണ് ഇന്ന് ഈ സമയത്ത് നമുക്ക് ബൈഹാർട്ടായി പഠിക്കാൻ കഴിയുന്നത്. അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും, ഈ നല്ല സ്വഭാവങ്ങളിലൂടെ മുൻപോട്ട് പോകുവാനിടയായി തീരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്നുകൂടി ചിന്തിച്ച് നല്ല ഒരു കുഞ്ഞായി, നല്ല ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇവിടെ വിരാമമിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ തുടർ ക്ലാസ്സുകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയം ആമേൻ കർത്താവെ, നല്ല ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആമേൻ പഠിക്കുവാൻ, ചിന്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ കർത്താവേ. അപ്പം നല്ലൊരു ദൈവ പൈതലിൻ്റെ, നല്ലൊരു മകൻ്റെ, മകളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് പകൽ വിചിന്തനം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസകാലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ, പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടി അത് അർത്ഥവത്താക്കി എടുത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം പറയുന്നത് പോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഭക്തിയോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, ആമേ പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൽ അനുസരിച്ച്, കർത്താവിൽ ആമേൻ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കപ്പെടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നല്ല ബോധമുള്ളവരായി മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. മാതൃകാപരമായ ഒരു ജീവിതം നയിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ പഠനങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ അവർക്ക് വേണ്ടുന്ന ബുദ്ധിയും ശക്തിയും ജ്ഞാനവും സൗന്ദര്യവും ആരോഗ്യം കഴിവും എല്ലാം എൻ്റെ കർത്താവ് കൊടുത്ത നല്ല നിലവാരത്തിൽ അവരുടെ സ്കൂളുകളിൽ, സമൂഹങ്ങളിൽ, അവർ ദൈവസഭയിലൊക്കെ അനുഗ്രഹീതരായി തീരുവാൻ, അവരുടെ വീടുകളിൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ മാതാപിതാക്കന്മാർ
അമ്മമാർക്ക്, സഹോദരന്മാർക്കും സഹോദരിമാർക്കും അനുഗ്രഹിക്കപ്പെടുവാൻ, അനുഗ്രഹമായി തീരുവാൻ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളെ അനുഗ്രഹിച്ചാട്ടെ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.